ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള സുപ്രധാന നിയമങ്ങളുടെ ഒന്നാമത്തെ ക്ലാസ്സാണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട വിവരാവകാശ നിയമം, അതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ ചോദ്യരൂപത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോൾ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോൾ വിവരാവകാശ നിയമത്തിലൂടെ പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതിലൂടെ അഴിമതി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ പൗരന്മാർ വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ വിവരാവകാശ നിയമത്തിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് എന്നുള്ളത്. അത് വിവരാവകാശ നിയമമാണ്. അപ്പോൾ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതും ഈ വിവരാവകാശ നിയമം തന്നെയാണ്. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. MKSS എന്ന് പറയും. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. രാജസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടനയാണിത്. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്, MKSS. രാജസ്ഥാനിലാണ് ഇത് രൂപീകരിച്ചത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി അരുണ റോയിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് അരുണ റോയിയാണ്. അരുണ റോയിയോടൊപ്പം തന്നെ നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നീ വ്യക്തികളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അരുണ റോയിയോടൊപ്പം പ്രവർത്തിച്ചവരാണ് നിഖിൽ ദേ, അതുപോലെ ശങ്കർ സിംഗ്. ഇപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. രാജസ്ഥാനിൽ നിന്നുള്ള സംഘടനയാണ്. MKSS രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികളിൽ പ്രധാനിയാണ് അരുണ റോയി. അതുപോലെ നിഖിൽ ദേ, ശങ്കർ സിംഗ് തുടങ്ങിയവരും ഈ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് ഗവൺമെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ്. 1996 നടന്ന ഒരു സംരംഭമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് ഗവൺമെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI 1996 ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് 1997. അത് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ മുഴുവനായും വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നിരുന്നു. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് ഗവൺമെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI 1996 ആണ്. അപ്പോൾ ആ വർഷം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 1997 വിവരാവകാശ നിയമം തമിഴ്നാട് പാസ്സാക്കിയത്. ഇന്ത്യയിൽ മുഴുവനായും വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് സ്വന്തമായി വിവരാവകാശ നിയമം പാസ്സാക്കിയിരുന്നു 1997. ഇനി ഗോവയിലും അതേ വർഷം തന്നെയാണ് പാസ്സാക്കിയത്. പക്ഷേ രണ്ടാമതാണ് തമിഴ്നാടിന് ശേഷം. അപ്പം ഗോവയിൽ 1997 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. 2000 വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2 സംസ്ഥാനങ്ങളാണ്, രാജസ്ഥാനും കർണാടകവും. രാജസ്ഥാനും കർണാടകവും വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2000. നമ്മുടെ തലസ്ഥാനമായ ഡൽഹി വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2001. 2001 ഡൽഹി പാസ്സാക്കിയത്. അതുപോലെ 2002 2 സ്റ്റേറ്റുകളാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്, അസം അതുപോലെ മഹാരാഷ്ട്ര. അസം അതുപോലെ മഹാരാഷ്ട്ര തുടങ്ങിയ 2 സംസ്ഥാനങ്ങൾ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2002. മധ്യപ്രദേശിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2003. 2003 മധ്യപ്രദേശിൽ പാസ്സാക്കിയത്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിലുണ്ട്. 2004 ജമ്മു ആൻഡ് കാശ്മീരിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് വന്നത്, അതിനുശേഷം 1997. അതിനുശേഷം ഗോവയിൽ 1997 തന്നെ വന്നു. രാജസ്ഥാൻ കർണാടക സ്റ്റേറ്റുകളിൽ 2000 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഡൽഹിയിൽ 2001. അതുപോലെ 2002 ഒരുമിച്ച് 2 സ്റ്റേറ്റുകൾ ഓർത്തിരിക്കുക, അസം അതുപോലെ മഹാരാഷ്ട്ര. മധ്യപ്രദേശിൽ 2003 ജമ്മു ആൻഡ് കാശ്മീരിൽ 2004 വിവരാവകാശ നിയമം നിലവിൽ വന്നു. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി, ആദ്യമായിട്ട് ഈ വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ്. VP സിംഗ് ആണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച പ്രധാനമന്ത്രി.
ഇനി വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2005 മെയ് 11 വിവരാവകാശ നിയമ ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. 2005 ജൂൺ 15. അപ്പോൾ വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച പ്രധാനമന്ത്രി VP സിംഗ് ആണ്. അതുപോലെ വിവരാവകാശ നിയമ ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇനി ഈ ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു നിയമം ഉണ്ടായിരുന്നു. അതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമമായിരുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമവും കൂടി ഓർത്തിരിക്കുക. PYQ ആണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 റദ്ദായിപ്പോയി. ഇനി വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി നമ്മുടെ APJ അബ്ദുൽ കലാം സാറാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അതുപോലെ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായിരുന്നു. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത് രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 55ാമത് രാജ്യമാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായിട്ട് ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനാണ്. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനാണ്. ഇനി ഈ വിവരാവകാശ നിയമം 2019 ഭേദഗതി ചെയ്തു, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. വിവരാവകാശ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ്. വിവരാവകാശ ഭേദഗതി ബിൽ 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. അതിൻ്റെ ഡേറ്റും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജിതേന്ദ്ര സിംഗ് വിവരാവകാശ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 19. വളരെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 2019 ജൂലൈ 19 രണ്ടും 19. അപ്പോൾ വിവരാവകാശ ഭേദഗതി ബിൽ 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19. 2019 വിവരാവകാശ ഭേദഗതി ബിൽ ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22 ലോകസഭ പാസ്സാക്കി. രാജ്യസഭ പാസ്സാക്കിയത് 3 ദിവസം കൂടി കഴിഞ്ഞാണ്. 2019 ജൂലൈ 25 രാജ്യസഭ പാസ്സാക്കിയത്. രാജ്യസഭ 2019 വിവരാവകാശ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019 ജൂലൈ 25. അപ്പോൾ ഓർത്തിരിക്കുക, വിവരാവകാശ ഭേദഗതി ബിൽ 2019 ലോകസഭയിൽ അവതരിപ്പിച്ച വ്യക്തി ജിതേന്ദ്ര സിംഗ് ആണ്. തീയതി 2019 ജൂലൈ 19. 2019 വിവരാവകാശ ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25 ഇനി വിവരാവകാശ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 അത് ഓർത്തിരിക്കുക. വിവരാവകാശ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 ഈ വിവരാവകാശ ഭേദഗതി നിയമം 2019 ഒപ്പുവെച്ച രാഷ്ട്രപതി നമ്മുടെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. വിവരാവകാശ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ഇനി പ്രധാനമായും ഓർത്തിരിക്കേണ്ടതാണ്, വിവരാവകാശ ഭേദഗതി നിയമം 2019 അനുസരിച്ച് ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ 13, 16, 27 13, 16, 27 തുടങ്ങിയ വകുപ്പുകളാണ് വിവരാവകാശ ഭേദഗതി നിയമം 2019 അനുസരിച്ച് ഭേദഗതി ചെയ്യപ്പെട്ടത്. 13, 16, 27. അപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതി ഒപ്പുവെച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു. അതുപോലെ തന്നെ വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളും കൂടെ പ്രധാനമായി ഓർത്തിരിക്കുക. 13, 16, 27 13, 16, 27.
ഇനി RTI 2019 നിയമപ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുകയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തെയും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും അവരുടെ അസിസ്റ്റൻ്റായിട്ടുള്ള വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണെന്ന് തീരുമാനിക്കുന്നതും ശമ്പളവും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇനി RTI 2019 നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും നിലവിലെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ അമെൻഡ് ചെയ്ത നമ്മുടെ RTI ആക്ട് പ്രകാരം സംസ്ഥാനത്തെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. ഇത് മുൻപ്, അതായത് ഭേദഗതിക്ക് മുമ്പ് 5 വർഷവും 65 വയസ്സുമായിരുന്നു. ഇനിയിപ്പോൾ അത് ബാധകമല്ല. ഇനി മുതൽ 3 വർഷമാണ്. നിയമം ഭേദഗതി ചെയ്തതിന് ശേഷം കാലാവധി 3 വർഷമാണ്. RTI 2019 നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ അതുപോലെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണ്. 2,25,000 രൂപ. ഓർത്തിരിക്കുക, 2,50,000 രൂപ സാലറി ഉള്ളത് കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രമാണ്. ബാക്കിയുള്ള കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷണർക്കും സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കും മറ്റ് വിവരാവകാശ കമ്മീഷണർമാർക്കും സെയിം സാലറി തന്നെയാണ്. 2,25,000 രൂപയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക മുൻഗണനയൊന്നുമില്ല. 2,25,000 രൂപ തന്നെയാണ്. അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം ഓർത്തിരിക്കുക 2,50,000. കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം പുതുക്കിയ നിയമം അനുസരിച്ച് 2,25,000 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്